ചെയ്യുന്നത്. சம்பாரிச்சுக்கிட்டே கிடக்குறேன். இதான் தமிழக அரசு. பாதுகாப்பு கொடுக்கணும். எங்க பிள்ளை இப்ப எங்களுக்கு உசுரோட வேணும், அதை மீட்டு கொடுங்க பார்க்கலாம். எல்லாத்தையும் நீங்க மீட்டு தரீங்க. ஒரு 39 உசுறு பேருக்கு எல்லாரும் சேர்த்து நான் பேசுறேன். அந்த 39 உசுறு இன்னைக்கு என்ன கஷ்டப்படுவாங்க. அந்த 39 உசுறு இந்த அரசு திருப்பி கொடுக்குமா? இவங்க விளையாடுறதுக்கு நாம தான் பகடக்காயா மக்கள்? அரசியல் விளையாடுறதுக்கு நம்ம பகடக்காயா பேசுறாங்க? நம்ம பெருசா വളരെ രൂക്ഷമായാണ് നിമിഷ അവരൊക്കെ ഇത് വിഷയത്തോട് പ്രതികരിക്കുന്നത്. കാരണം 20-30 ജീവനുകൾ ഈ രാഷ്ട്രീയക്കാർക്ക് തിരിച്ചു നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം റാലികളൊക്കെ നടത്തുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതിലൂടെ ജീവൻ നഷ്ടമാവുന്നു. സാധാരണക്കാർക്ക് ആ ജീവൻ ഏതെങ്കിലും തിരികെ നൽകാൻ ഇവർക്ക് രാഷ്ട്രീയം കൊണ്ട് കഴിയുമോ എന്നുള്ള വലിയ വൈകാരികമായിട്ടുള്ള പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ആ ചേച്ചി ചോദിക്കുകയാണ്. അത്രമാത്രം വൈകാരികമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത് ഇവർ വളരെ, കാരണം സ്വാഭാവികമാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു വികാരം പ്രകടനം സ്വാഭാവികമാണ്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇത്തരത്തിൽ അപകടം പറ്റുകയും പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ വലിയ വിഷമം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്താണ് അവിടെ ഒരാൾ ക്ഷീണിതരായി നിൽക്കുന്ന പോലെ തോന്നുന്നു? വയ്യാത്ത ആളാണോ? ഗൂഗിൾ അതെ, അദ്ദേഹത്തിന്റെ കാലിന് അല്പം പ്രശ്നമുണ്ട്. അദ്ദേഹം ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആരോ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആരാണെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല, അത് അന്വേഷിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഇപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം വളരെ വിഷമിച്ച് നിൽക്കുന്നത് ഞാൻ നേരത്തെ തന്നെ കണ്ടിരുന്നു. അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിന് നടക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മോർച്ചറിയിലേക്ക് വളരെ വൈകാരികമായി കരയുകയാണ്, വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്.